നിറഞ്ഞു നിന്ന് എന്തും പറഞ്ഞ് എന്തും സമർത്ഥിച്ച് എല്ലാം ഭദ്രമായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു വെള്ളാപ്പള്ളിക്കാലം അവസാനിക്കുകയാണോ എന്നാണ് ഇന്നലെ ഒരുപാട് മാധ്യമങ്ങൾ ചോദിച്ചത്. കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെയായുള്ള കുറ്റപത്രം അതിന് ആഭ്യന്തര വകുപ്പ് ഔദ്യോഗികമായി അംഗീകാരം നൽകി കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇത്രയും നാൾ ആ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് അത് സമർപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ മറ്റ് പല കാരണങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ പറഞ്ഞ് അത് വൈകി മുന്നോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ സ്ഥലം മാറ്റിയപ്പോൾ കോടതി തന്നെ ഇടപെട്ട് അത് പൂർത്തിയാക്കിയ ശേഷം മതി ബാക്കി എന്തും എന്ന തരത്തിലേക്കൊക്കെ ചർച്ചകൾ വന്നിരുന്നു. ഇതിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് വല്ല ധാരണയുമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അന്നത്തെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന പിന്നാക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഇതിനിടയിൽ കേരളത്തിലൊരു പിന്നാക്ക വികസന വകുപ്പ് രൂപം കൊടുത്തത് ഇന്നത്തെ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ഒരു പിന്നാക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വ്യക്തികൾക്ക്, സന്നദ്ധ സംഘടനകൾക്ക് ഒക്കെ വ്യത്യസ്ത തരം വായ്പകളും സ്കീമുകളും ഒക്കെ നൽകി വരുന്ന ഒരു സംവിധാനമാണ്. ആ വർഷമാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ CEO ദിലീപ് സാർ എന്നോ മറ്റോ പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ബൾക്ക് ലെൻഡിങ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം അന്ന് കൊണ്ടുവരുന്നത്. അന്ന് ഈ നമ്മുടെ നാട്ടിൽ സ്വയം സഹായ സംഘങ്ങൾ അതുപോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ കത്തിപ്പിടിച്ചു വരുന്ന കാലമാണ്. കുടുംബശ്രീയൊക്കെ അന്ന് ഇന്നത്തെ പോലൊരു വ്യവസ്ഥാപിതമായ രീതിയിലേക്കൊന്നും എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അന്ന് ഈ ബൾക്ക് ലെൻഡിങ് സ്കീം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് അതിനെ രൂപപ്പെടുത്തിയെന്ന് വെച്ചാൽ അന്നത്തെ കേന്ദ്രത്തിലുണ്ടായിരുന്ന കേന്ദ്ര സർക്കാർ, UPA മുന്നണി, അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് ഫണ്ട് നീക്കി വെച്ചിരുന്നു. ഇന്നതൊന്നുമില്ല. അപ്പോൾ അന്ന് നീക്കി വെച്ചിരുന്ന സമയത്ത് അതിലൊരു നിശ്ചിതമായ തുക നാഷണൽ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ NMDFC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ പിന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ എടുത്തിട്ട് അത് ബൾക്ക് ലെൻഡിങ്ങായി ഇങ്ങനെ സംഘടനകൾക്ക് കൊടുക്കുകയായിരുന്നു. അപ്പം ഞാനും അന്നൊരു സന്നദ്ധ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ തരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 500 ആളുകൾക്ക് വായ്പ കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള അപേക്ഷകളും രേഖകളും എല്ലാം സബ്മിറ്റ് ചെയ്താൽ ആ 500 പേർക്ക് കൊടുക്കാനുള്ള ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് നമുക്ക് തരും. അത് നമ്മളെന്ത് ചെയ്യണം, അവർക്ക് 1% 2% പലിശയെന്നോ സർവീസ് ചാർജെന്നോ എന്ന് വിളിക്കുന്ന ഒരു അധിക തുക കൂടി വെച്ച് അവർക്ക് കൈമാറണം. അവരതെന്ത് ചെയ്യും, എല്ലാ മാസവും നമുക്ക് തരുന്നത് നമ്മൾ തിരിച്ച് അവിടെ അടയ്ക്കണം. ഇപ്പം ഗ്യാരണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് ഈ സംഘടനയാണ്. സംഘടന എന്ത് ചെയ്യണം, വ്യക്തികൾക്ക് കൊടുക്കണം. വ്യക്തികൾക്ക് കൊടുത്തിട്ട് വ്യക്തികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ചടയ്ക്കണം. ഇതിനെയാണ് ഈ ബൾക്ക് ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. അന്ന് ഇത് അനുവദിച്ചപ്പോൾ നമുക്കും 10 കോടിയോ 15 കോടിയോ അല്ലെങ്കിൽ 20 കോടിയോ ഒക്കെ തരാനുള്ള ബാക്ക്ഗ്രൗണ്ടും സംഗതികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 20 കോടി തരണമെങ്കിൽ എന്ത് വേണം, നമ്മൾ 20 കോടിക്ക് ഇപ്പോൾ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക്, ഒരു കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതമാണ് കൊടുക്കുന്നതെങ്കിൽ 10 കുടുംബത്തിന് 10 ലക്ഷം രൂപ, 100 കുടുംബത്തിന് 1 കോടി രൂപ, അങ്ങനെ എത്ര ഉണ്ടോ അത്രയും എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാ 1 ലക്ഷം ഒന്നും പറ്റില്ല, 25,000 30,000 ഒക്കെ വീതമുള്ള എമൗണ്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എത്ര കുടുംബങ്ങളെ കണ്ടുപിടിക്കണം, എത്ര ആളുകളെ കണ്ടുപിടിക്കണം, ഇവരെല്ലാം വിളിച്ച് ഫോട്ടോ എടുക്കണം, ഇവരെ കൊണ്ട് ഒപ്പിടിയിക്കണം, എന്നിട്ട് നമ്മളിത് കൊടുക്കണം. അപ്പം നമ്മളിത് കേട്ടപ്പോഴേ വളരെ മനോഹരമായിട്ടൊക്കെ തോന്നിയെങ്കിലും നമ്മളോട് പറഞ്ഞു തന്ന ആളുകൾ പറഞ്ഞതെന്താണെന്നറിയോ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാറിന് സംഭവിച്ച പോലെ നമ്മളോടും പറഞ്ഞു തന്നത്. അതായത് നിങ്ങളൊരു 10-20 കോടി രൂപ എടുത്തിട്ടൊരു 10 കോടി രൂപയ്ക്ക് എവിടെയെങ്കിലും സ്ഥലം വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു കുറച്ച് തുക ആളുകൾക്ക് കൊടുക്കണം. എന്നിട്ട് ഈ സ്ഥലം 4-5 വർഷം കഴിയുമ്പോൾ ഇത് വിറ്റാൽ നിങ്ങൾക്കിതിൻ്റെ ഇരട്ടി കാശ് കിട്ടും. ആ കാശങ്ങ് എടുത്തിട്ട് ഇതങ്ങ് തിരിച്ചടയ്ക്കണം. ഇതായിരുന്നു വ്യവസ്ഥ. പക്ഷേ ഇത് കേട്ടപ്പോൾ നമ്മളിതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് പലിശയാണെന്നുള്ളത് കൊണ്ടാണ്. പലിശ വിശ്വാസപരമായി യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മളത് വീതിച്ചു കൊടുത്ത് പിന്നെ അത് തിരിച്ചടച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടുകാർക്ക് ഈ കാശ് കൊടുത്താൽ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വരെ കാണുകയുള്ളൂ. എല്ലാ വിനയവും സന്തോഷവും സ്നേഹവും ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തോ പറയുമെന്നറിയാവോ, ഇത് സൗജന്യമായിട്ട് തന്ന കാശാ സർക്കാർ,
ഇതിപ്പോൾ ഇവർ വാങ്ങിച്ച് പലിശയ്ക്ക് കൊടുക്കുക, അതുകൊണ്ട് ഞങ്ങൾ തരത്തില്ല എന്നും പറഞ്ഞൊരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ ഇവരുടെ പുറകിൽ നടക്കണം ഈ കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ. അവസാനം നാണം കെട്ട് നാശമായി നമ്മൾ തന്നെ കാശ് തിരിച്ചടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഇത് വല്ലാത്തൊരു തൊന്തരവാണെന്ന് മനസ്സിലാക്കി നമ്മളിതിൽ നിന്ന് പെരിയെ അങ്ങ് പിന്മാറി. എന്നാൽ ചില സന്നദ്ധ സംഘടനകൾ ഇത് വളരെ മനോഹരമായി ഇംപ്ലിമെൻറ്റ് ചെയ്തു. കാരണം അവരുടെ കീഴിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ കൊടുത്താൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഇവർക്ക് നേരിട്ടിങ്ങി പിടിക്കാം, ഇത് അടഞ്ഞങ്ങ് പോകും. പിന്നെ പലിശ വിഷയമല്ലാത്തവരുണ്ട്, അതുപോലുള്ള മറ്റ് സംഘടനകൾ. ഈ വ്യവസ്ഥയിലാണ് കേരളത്തിലെ SNDP യോഗം വിവിധ യൂണിയനുകളിൽ നിന്ന് ഈ സ്ത്രീകളുടെ എല്ലാം, കാരണം അവിടെ എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഉണ്ട്. അന്ന് പിന്നെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വരുന്ന സമയമാണ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിലെ ഫോട്ടോ എല്ലാം കൂടെ വെച്ച് അവിടെ കൊടുത്ത് ഈ കോടികളിഞ്ഞ് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ഇത് കൊടുത്തതിൽ കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ് ആരോപണം. ഇത് കൊടുത്ത് ആളുകൾക്ക് കൊടുക്കാതെ പിന്നെ കെട്ടിടവും സ്ഥലങ്ങളും ഒക്കെ വാങ്ങിയെന്ന ആക്ഷേപമുണ്ട്. ചിലതൊക്കെ ഈ അക്കൗണ്ടിലേക്ക് യൂണിയനുകളിലേക്ക് മാറ്റിയിട്ട് പിന്നൊന്നും കാണുന്നില്ല. കാരണം ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ കാശ് മോഷ്ടിക്കാൻ തുടങ്ങുകയാണെന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണാൻ നിൽക്കുന്നവൻ മൂലം മോഷ്ടിക്കും, കൊണ്ടുവരുന്നവൻ മോഷ്ടിക്കും, കൊണ്ടുപോകുന്നവൻ മോഷ്ടിക്കും, ഇരിക്കുന്നവൻ മോഷ്ടിക്കും, എല്ലാം കൂടെ മോഷ്ടിച്ച് അവസാനം ഇത് മുഴുവൻ ഗുരുതരമായ ക്രമക്കേടായി മാറി. ഈ ക്രമക്കേടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ കാശ് വലിച്ച് പലതുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ആരോപണം ഇതിലുണ്ട്, ആക്ഷേപമുണ്ട്. ഇതാണ് കുറ്റപത്രം. ഇത് വ്യക്തമായ ഫിനാൻഷ്യൽ ഫ്രോഡാണ്, വിശ്വാസവഞ്ചനയാണ്, കരാർ ലംഘനമാണ്, സർക്കാർ പണത്തിൻ്റെ ദുരുപയോഗമാണ്. ഇതാണ് ഗൗരവമുള്ള കേസാണ് ഈ കേസ്. ഇതിലാണ് കുറ്റപത്രം കൊടുത്താൽ കുഴപ്പമാകും എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കുറ്റപത്രം കൊടുക്കാതിട്ട് വട്ടം കറക്കി ഇതുവരെയൊക്കെ കൊണ്ടുപോയത്. ഇപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഈ സംഗതികളെല്ലാം പൊക്കിക്കൊണ്ടുവന്നത് വേറെ ജാതി മതത്തിലും പെട്ടവരൊന്നുമല്ല. ഇപ്പോൾ പുള്ളി നടന്ന് മുസ്ലിം ലീഗിനെ തെറി വിളിക്കുന്നെങ്കിലും മുസ്ലിം ലീഗ് ഒന്നും അല്ലിത്. ഇത് അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽ തന്നെ പെടുന്ന, അദ്ദേഹത്തിൻ്റെ കടുത്ത ശത്രുക്കളായ, ഇവിടെ കൊല്ലത്തൊരു അഡ്വക്കേറ്റ് ചന്ദ്രഹാസൻ സാറുണ്ട്, പിന്നെ ഗോകുലം ഗോപാലനുണ്ട്, പഴയ വിദ്യാസാഗറുണ്ട്, അങ്ങനെ അടക്കം ഈ പുള്ളിയുടെ സിൽബന്ധികളല്ലാത്ത ആളുകൾ മുഴുവൻ പുള്ളിയുടെ ശത്രുക്കളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ കേസ് പൊക്കിക്കൊണ്ടുവന്നതും ഇതിവിടം വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നതും. ഇനി അങ്ങോട്ടിത് സുഖകരമായ ഒരു യാത്രയല്ല. ജീവിതകാലം മുഴുവൻ സാമ്പത്തിക തിരിമറി നടത്തിയ ഒരാളെന്ന ഖ്യാതി അദ്ദേഹത്തിൻ്റെ മേൽ നിൽക്കുകയും ചെയ്യും. ഗവൺമെൻറ് വളരെ ജാഗ്രതയോടെയും നിലപാടോടെയും നീങ്ങിയാൽ ഈ തുക വസൂലാക്കാനുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. ഇദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടി വരും. ഈ ഗുരുതരമായ കുറ്റകൃത്യത്തിന് സമാനമായ ശിക്ഷ നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാവും.